കർഷക സമരത്തിന് എന്നെ വിളിച്ചപ്പോ അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താണ് എനിക്ക് അവന്റെ കൂടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഒരു സെൽഫി പോലും എന്റേതില്ല. അവൻ പറയാണ് ഇന്നലെ ഷഹനാസ് എന്റെ സുഹൃത്തായിരുന്നു, ഷഹനാസ് പറഞ്ഞപ്പോൾ ഞാൻ നെട്ടിപ്പോയി എന്ന്. ഓരോ സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് അറിയുന്ന ഒരു പീഡന വീരനാണ് രാഹുൽ മാങ്കൂട്ടം. ഞാൻ പറയട്ടെ, ഒരു ഭർത്താവ് വന്നിട്ട് പരസ്യമായിട്ട് പത്രപ്രസ്താവന നടത്തിയില്ലേ, എന്റെയും ഭാര്യയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന വ്യാജേന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA വന്നു. എന്നിട്ട് ഞങ്ങൾ ഈശ്വര, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ പ്രശ്നം ഉണ്ടായാൽ ഇപ്പോൾ കുടുംബ കോടതിയായിട്ട് എല്ലാവരും വിളിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണോ? എന്താ അത് കേൾക്കണത്? ഇവിടെ കുടുംബ കോടതി ഒന്നും ഇല്ലടേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ തന്നെ MLA ആണോ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വരേണ്ടത്? അപ്പോൾ ഒരു ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നേരെ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ആണോ വിളിക്കേണ്ടത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുടുംബപരമായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഇവർ ആശ്രയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. എന്തിന് ചോദിച്ചിട്ടാണ്? എന്തിന്? അതാണ് എൻ്റെ ചോദ്യം. അയാളുടെ പണി അതാണോ? അയാളുടെ പണി അതാണോ? വ്യാജേന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA വന്നു. എന്നിട്ട് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ എന്ന രീതിയിൽ വന്നിട്ട് എൻ്റെ ഭാര്യയുമായിട്ട് റിലേഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു ഭർത്താവുള്ള നാട് നമ്മുടെ കേരളമാണ്. അത് പറയുന്നത് ഒരു MLA-ക്കെതിരെയാണ്. ആ MLA-ക്കെതിരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ ഒരു ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. രണ്ട് ഭാര്യയും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ അടിക്കടി ഇങ്ങനെ ഓരോന്ന് പൊങ്ങി വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. ഒക്കെ ആവുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആ പ്രശ്നത്തിൽ ഇടയിൽ കയറി ചെന്ന് അവരുടെ പ്രശ്നം തീർക്കാനെന്ന വ്യാജേന പോയിട്ട് അവരുടെ ഭാര്യമാരെ മിസ്യൂസ് ചെയ്ത് ലൈംഗികമായി ചൂഷണം ചെയ്ത്, നീ ഒരു വിവാഹം കഴിച്ച ആളാണ്, നിന്നെ എനിക്ക് വീണ്ടും, ഞാൻ വിവാഹം കഴിക്കാത്ത ഒരു യുവ MLA ആണല്ലോ, അപ്പൊ ഞാൻ വീണ്ടും നിന്നെ വിവാഹം കഴിക്കണമെങ്കിൽ എൻ്റെ വീട്ടുകാരും എൻ്റെ അമ്മയും ഒക്കെ സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ നീ പ്രഗ്നന്റ് ആവേണ്ടതുണ്ട് എന്നിലൂടെ എന്ന് പറഞ്ഞിട്ട് പ്രഗ്നന്റ് ആക്കുക. എന്നിട്ട് ഗർഭചിത്രം ചെയ്യുക. അവനൊരു ഫാർമസി ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ ഫാർമസിയുടെ ഭാഗമായിട്ട് മെഡിസിൻ ഒക്കെ കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. അത്തരം മെഡിസിൻ ഇതുപോലെയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് ഗർഭചിത്രം ചെയ്യുക എന്നൊക്കെ ചെയ്തിട്ടുള്ള ഒരു പീഡകനെയാണ് നിങ്ങൾ ഇന്നലെ മുഴുവൻ കേട്ടത്. അവര് എന്തെങ്കിലും, അവൻ കഴിഞ്ഞ ദിവസം മുഴുവൻ ഇന്നലെ ഒരു വോയിസ്, ഒരു എഡിറ്റിംഗും ഇല്ലാതെ ഒരു വോയിസ് പുറത്തു വന്നു. ഇവിടെ ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA-യുടെ ഭാഷ നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ സ്ത്രീ പറയുന്നുണ്ട്, എന്നെ നീ തെറി വിളിക്കരുത് എന്ന് പറയുന്നുണ്ട്. എത്ര മോശമായിട്ടാണ് ആ MLA ആ സ്ത്രീയെ തെറി വിളിച്ചിട്ടുള്ളത്? ഇന്നലെ ഹാഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ഡിസ്കസ് ചെയ്തതിൽ ഉണ്ടായിരുന്നോ? നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. അതെന്റെ ഭർത്താവല്ല, എന്റെ ഫ്രണ്ടല്ല, എന്റെ അച്ഛനല്ല, എന്റെ മകനല്ല, ആരായാലും ഞാൻ പ്രതികരിക്കും. അത് എല്ലാ കാലത്തും ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള സാധനമാണ്.